സർ, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കേരളം പോവുകയാണ്. അപ്പോൾ അതിനിർണായകമായ ഒരു ജില്ലയായി കോട്ടയം ജില്ല മാറുന്നുണ്ട്. കോട്ടയം ജില്ലയുടെ രാഷ്ട്രീയ പശ്ചാത്തലം ആർക്കനുകൂലമാണ്? ഇതിന്റെ ജനവിധി എന്തായിത്തീരും? തീർച്ചയായിട്ടും ഇറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ. കോട്ടയം ജില്ലയായിരിക്കും ഒരുപക്ഷെ കേരളത്തിൽ അത്ഭുതകരമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ പ്രതികരണം അല്ലെങ്കിൽ വോട്ടെടുപ്പിലൂടെ നടക്കാൻ സാധ്യതയുള്ള ഒരു ജില്ല. കോട്ടയം ജില്ലയിൽ വന്നിരിക്കുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് ഒരു പരിധിവരെ കോട്ടയം ജില്ല ഇടതുപക്ഷത്തിനും യു ഡി എഫിനും മാറി മാറി പിന്തുണയ്ക്കുന്ന ഒരു ജില്ലയായിരുന്നു. ഒരു കാലങ്ങളായിട്ടുള്ള ഒരു പ്രതിഭാസത്തിന് വളരെ വിഷ്വലായിട്ടുള്ള മാറ്റം ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മധ്യ തിരുവിതാംകൂറിലെ ഏതാണ്ട് തൃശ്ശൂർ, എറണാകുളം, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളാണ് കേരളത്തിന്റെ വിധി നിർണ്ണയിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. മറ്റെല്ലാ ജില്ലകൾക്കും സ്ഥായിയായ ഭാവമുണ്ട്. എന്നാൽ ഈ ജില്ലയിലെ മൈനോറിറ്റി കമ്മ്യൂണിറ്റി ആയിട്ടുള്ള ക്രിസ്ത്യൻ സമൂഹത്തിന് വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളാണ് ഞാൻ ഇപ്പൊ പറഞ്ഞ ഈ വിധി നിർണ്ണയത്തിന്റെ മുഖ്യ ഘടകം. കാരണം ഏതാണ്ട് 18% ക്രിസ്ത്യൻസ് കേരളത്തിലുണ്ട്. അപ്പൊ ഈ മധ്യ തിരുവിതാംകൂറിലെ കോട്ടയം ജില്ലയിൽ വന്നിരിക്കുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് BJPക്ക്, അതായത് ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായ ഒരു മൈൻഡ് സെറ്റ് ഇവിടുത്തെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി, എസ്പെഷ്യലി ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി രൂപപ്പെട്ടിട്ടുണ്ട്. അത് വളരെ ഗ്രൗണ്ട് റിയാലിറ്റിയാണ്. അതുപോലെ തന്നെ ഭൂരിപക്ഷ സമുദായമായിട്ടുള്ള ഹൈന്ദവ കമ്മ്യൂണിറ്റിയിലും BJPക്ക് അനുകൂലമായിട്ടുള്ള ഒരു ട്രെൻഡ് തന്നെ ഇവിടെ വന്നിരിക്കുന്നു. ഇപ്പൊ എസ്പെഷ്യലി പാല, പൂഞ്ഞാർ, കാഞ്ഞിരപ്പള്ളി, ഏറ്റുമാനൂർ, കടുത്തുരുത്തി നിയോജകമണ്ഡലങ്ങൾ നിർണായകമായിരിക്കും. അതിന്റെ കാരണം എന്ന് പറയുന്നത് കാലങ്ങളായിട്ട് BJP അകറ്റി നിർത്തി കേരളത്തിൽ കുറെ പച്ചക്കള്ളങ്ങൾ നിർത്തിയ രാഷ്ട്രീയത്തിന്റെ അന്ത്യമായിരിക്കും ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണാൻ പോകുന്നത്. കാരണം വെച്ചാൽ ഈ ഇടത് വലത് മുന്നണികൾക്ക് ഭരണത്തിലേറാൻ വേണ്ടിയിട്ട് ഭാരതീയ ജനതാ പാർട്ടിയെ ഒരു നെഗറ്റീവ് ആംഗിളിൽ ചുരുക്കി ജനങ്ങളിൽ തെറ്റിദ്ധാരണ വരുത്തുന്നതിൽ ഒരു പരിധിവരെ അവർ വിജയിച്ചിരുന്നു. പക്ഷെ ഇപ്പോൾ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി ദേശീയതയോടൊപ്പം നിൽക്കാനും വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യക്ക് വന്നിരിക്കുന്ന അത്യുന്നതമായിട്ടുള്ള ആ ഒരു അംഗീകാരങ്ങൾ, ലോകത്തിലെ 4ാം സാമ്പത്തിക ശക്തിയായിട്ട് ഇന്ത്യ വളർന്നതിന്റെയൊക്കെ പ്രതിഫലങ്ങൾ വിദേശ മലയാളികൾ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഈ കോട്ടയം ജില്ലയിൽ അത് പ്രതിഫലിക്കും. ആ പ്രതിഫലനം ഈ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു 3 സീറ്റിലേക്കെങ്കിലും ഭാരതീയ ജനതാ പാർട്ടി വിജയത്തിലൂടെ കടന്നുപോയാൽ പോലും അത്ഭുതപ്പെടാനില്ല. അതിൽ ഏറ്റവും നിർണായകമായിട്ട് നിയോജകമണ്ഡലങ്ങൾ എന്ന് പറയുന്നത് പാലാ നിയോജകമണ്ഡലങ്ങളിൽ ഒരു പരിധിവരെ ഷോൺ ജോർജിന്റെ സ്ഥാനാർത്ഥിത്വം ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും അത് ഏതാണ്ട് ഉറപ്പാണ്. അതേ അവിടെ പ്രവർത്തനം തുടങ്ങി. ഷോൺ ജോർജ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിൽ മാന്യമായ രീതിയിൽ ആളുകളോട് ഇടപെടുകയും വളരെ അഗ്രസീവായ രീതിയിൽ തന്നെ അതിൽ പ്രതികരണം നടത്തുകയും ചെയ്യുന്ന ചെറുപ്പക്കാരൻ പാലാ നിയോജകമണ്ഡലത്തിൽ ഒരു സ്വീകാര്യനായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. കേരള കോൺഗ്രസ് രാഷ്ട്രീയം ഏതാണ്ടൊരു വത്തിക്കാൻ എന്ന് പറയുന്നത് പാലയാണ്. അത് ജോസ് കെ മാണിയുടെ രാഷ്ട്രീയ പ്രസ്ഥാനവും ആണ് അതിന്റെ ഏറ്റവും കൂടുതൽ വോട്ട് ഷെയർ, അതായത് ഒരു പരിധിവരെ കേരള കോൺഗ്രസ് 2 കേരള കോൺഗ്രസ് പക്ഷങ്ങളുടെ വോട്ട് ഷെയർ നേടിക്കൊണ്ടിരിക്കുന്ന കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പാണ്. പക്ഷെ ആ മാണി ഗ്രൂപ്പിൽ വന്നിരിക്കുന്ന ഒരു ഭിന്നത, പ്രത്യേകിച്ച് ജോസ് കെ മാണി പാലായിൽ മത്സരിച്ച് ജയിക്കില്ല എന്നുള്ളത് പാലക്കാർക്ക് പൂർണ്ണമായിട്ടും അറിയാം. അത് അദ്ദേഹത്തിന്റെ വ്യക്തിത്വം കൊണ്ടല്ല, അങ്ങനെ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് അല്ലെങ്കിൽ ഒരു ഇമേജ് അദ്ദേഹത്തിനെ കുറിച്ച് അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് തന്നെയല്ല, അവിടെ കഴിഞ്ഞ തവണ അദ്ദേഹം പരാജയപ്പെട്ടത് 15,800 വോട്ടിന് ഭീമമായ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെട്ടു. അപ്പൊ അദ്ദേഹത്തെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന് പാലായിൽ നിൽക്കുന്നതിൽ ഒരു താല്പര്യക്കുറവുണ്ട്. കാരണം താൻ പരാജയപ്പെടുമെന്നുള്ളൊരു ഭയം അദ്ദേഹത്തിനുള്ളതിനാൽ അദ്ദേഹം കൃത്യമായി മനസ്സ് തുറന്നിട്ടില്ല. എന്നാൽ റോഷി അഗസ്റ്റിൻ അടിമാലിൽ നടന്ന അവരുടെ ജാഥയിൽ വെച്ച് പരസ്യമായിട്ട് തന്നെ അദ്ദേഹത്തിന്റെ മൈക്ക് തട്ടിയെടുത്ത് ഇദ്ദേഹം പാലായിൽ തന്നെ മത്സരിക്കുമെന്നുള്ള പ്രഖ്യാപനം നടത്തിയത് വാസ്തവമാണെന്നുണ്ടെങ്കിൽ ജോസ് കെ മാണിയെ വെട്ടിലാക്കി. കാരണം പാലായിൽ മത്സരിച്ചാൽ റോഷി അഗസ്റ്റിന്റെ മനസ്സിലുള്ളത് പാലായിൽ മത്സരിച്ചാൽ ബഹുമാനപ്പെട്ട ജോസ് കെ മാണി പരാജയപ്പെടും. അതിലൂടെ തന്നെ ഈ രാഷ്ട്രീയ പ്രസ്ഥാനം, ഈ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് തന്റെ കയ്യിൽ ഒതുങ്ങും. തനിക്ക് LDF വീണ്ടും അധികാരത്തിൽ വരുന്ന സാഹചര്യം ഉണ്ടായാൽ മന്ത്രിയെ തുടരാന്നുള്ള ഒരു കുതന്ത്രമാണ് ഇതിലൂടെ പ്രയോഗിച്ചത്. അത് വ്യാപകമായിട്ടുള്ള പ്രതികരണങ്ങളാണ് ഈ പാർട്ടിക്കുള്ളിൽ വന്നിരിക്കുന്നത്. ആ പാർട്ടിയിൽ തന്നെ വലിയൊരു ശതമാനം ആളുകൾ ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഗ്രൗണ്ട് റിയാലിറ്റിയാണ്. അപ്പം ജോസ് കെ മാണിയുടെ രാഷ്ട്രീയ തട്ടകത്തിൽ തന്നെ അദ്ദേഹം ഒരു രാഷ്ട്രീയ പരാജയം തന്നെ നേരിട്ടെന്നുള്ള ഒരു വസ്തുത തന്നെയാണ്. അപ്പൊ ഇതൊരു ഘടകം. പിന്നെ മാണി സി കാപ്പൻ എന്ന് പറയുന്ന MLA സംബന്ധിച്ചോളം ഒരു തരത്തിലും ഒരു വികസന പ്രവർത്തനം നടത്തുകയോ കേരളത്തിലെ വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബ് എന്നറിയപ്പെടുന്നത് പാലായിലാണ്. നമുക്കറിയാം ഇവിടുത്തെ വിദ്യാഭ്യാസ മേഖലകൾക്ക് പാല എന്ന് പറയുന്ന സ്ഥലം നൽകിയ സംഭാവനകൾ അത് ചരിത്രത്തിന്റെ ഭാഗമാണ്. മറ്റു സ്ഥലങ്ങളിൽ ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. ആ സ്ഥലത്ത് ഇങ്ങനെ ഒരു യാതൊരു തരത്തിലൊരു പ്രയോജനമില്ലാത്തൊരു MLA ഇനിയും ജയിപ്പിക്കണമെന്നുള്ള തോന്നൽ പാലക്കാരിൽ രൂഢമായിട്ടുണ്ട്. പാലായുമായിട്ട് എന്റെയും പ്രവർത്തന മേഖലയിൽ പാല ഉൾപ്പെടുന്ന സ്ഥലങ്ങൾ തന്നെയാണ്.
അതായത് എനിക്ക് വോട്ട് കടുത്തിരുന്നതിലാണെങ്കിൽ. അപ്പോൾ അവിടെ ഷോൺ ജോർജിനെ പോലെ ഒരു യുവാവായിട്ടുള്ള പ്രോമിസിംഗ് ആയിട്ടുള്ള ദേശീയ തലത്തിൽ തന്നെ പിന്നെ BJPക്ക് വളരെ പ്രതീക്ഷ അർപ്പിക്കുന്ന കേരളത്തിലെ ഒരു നേതാവായ ഷോൺ ജോർജ്. അപ്പോൾ പിന്നെ ഷോൺ ജോർജിന്റെ വരവ് രണ്ട് തലത്തിലും പാലായി പ്രതിഫലിക്കും. ഒന്ന്, ആധുനിക കേരളത്തിന്റെ പുരോഗതിക്കും നാളുകളിലെ കേരളത്തിന്റെ വികസനത്തിനും BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിൽ അധികാരത്തിലേറണം എന്നുള്ള പുരോഗമന ആശയങ്ങളുള്ള കോട്ടയം ജില്ലയിലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളും അതിനെ അംഗീകരിക്കുന്നു എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത്, ജെൻസി കാറ്റഗറിയിൽപ്പെട്ട ഒരു യുവാക്കളായിട്ടുള്ള യുവതയുടെ മനസ്സിൽ ഭാരതീയ ജനതാ പാർട്ടിയും നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരു തരംഗമായി മാറിയിരിക്കുന്നു. രാജീവ് ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന പിന്നെ കഴിവ് തെളിയിച്ച, ലോകത്തിന് മുമ്പിൽ തന്നെ കഴിവ് തെളിയിച്ച ഒരു എന്താ പറയുക, അദ്ദേഹത്തിന്റെ ഒരു പ്രൊഫഷണൽ ആറ്റിറ്റ്യൂഡുള്ള രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വം കേരളത്തിൽ അതിന് കോട്ടയം ജില്ലയിൽ പോലും അത് വലിയ സ്വീകാര്യത ഉണ്ടായിരിക്കുന്നുണ്ട്. പാലായിലെ ഷോണിന്റെ വിജയം നമുക്ക് ഏതാണ്ട് ഉറപ്പിക്കാം. പൂഞ്ഞാർ നിയോജകമണ്ഡലത്തിലും PC ജോർജ് സാറാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കഴിഞ്ഞ വർഷത്തെ ആവർത്തനമായിരിക്കില്ല. അദ്ദേഹത്തിന്റെ ആക്സെപ്റ്റൻസ് വളരെ കൂടുതലാണ് പാല. അതുപോലെ തന്നെ കാഞ്ഞിരപ്പള്ളി നിയോജകമണ്ഡലം, ഞാനിത് പറയാൻ പറ്റും. കാഞ്ഞിരപ്പള്ളി നിയോജകമണ്ഡലം ഡീലിമിറ്റേഷന് ശേഷം ഇപ്പോൾ അവിടെ വലിയ രീതിയിലുള്ള BJP അനുകൂലമായിരിക്കുന്ന ഒരു പ്രദേശങ്ങളെല്ലാം അതിലേക്ക് വന്നതോടുകൂടി BJP കാഞ്ഞിരപ്പള്ളിയിൽ ജോർജ് കുര്യനെ പോലെ ഒരു വ്യക്തിത്വമാണെന്നുണ്ടെങ്കിൽ എനിക്ക് അത് 99.98% ഉറപ്പാണ്. ഞാൻ ഈ സംസാരിക്കുന്നത് മുഴുവൻ ഗ്രൗണ്ട് റിയാലിറ്റിയാണ്. അടുത്തത് കടുത്തുരുത്ത് നിയോജകമണ്ഡലം. കടുത്തുരുത്ത് നിയോജകമണ്ഡലം ഏതാണ്ട് പാലായിക്ക് സെയിം ആയിട്ടുള്ള ഒരു ജിയോഗ്രഫിയാണ് നമുക്ക് മുന്നിൽ കാണാൻ പറ്റുന്നത്. അപ്പൊ കടുത്തുരുത്തിയിലും 10-25 വർഷമായിട്ട് മത്സരിക്കുന്ന പിന്നെ MLA ഇപ്പോൾ ഒരു എന്താ പറയുക ഒരു ജനപ്രതിനിധി അദ്ദേഹത്തിന്റെ കാര്യമായിട്ട് ഇടിഞ്ഞിട്ടുണ്ട്, ഒന്നും ചെയ്യുന്നില്ല, ഒരു ഗുഡ് ഫോർ നത്തിങ് എന്നുള്ളത്. തന്നെയുമല്ല കടുത്തുരുത്തി ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഈ ബെൽറ്റുമായിട്ട് ചേർന്ന് നിൽക്കുന്ന മൈൻഡ് സെറ്റ് ഉള്ളൊരു മണ്ഡലമാണ്. അവിടെയും ഭാരതീയ ജനതാ പാർട്ടി യോടുള്ള ഒരു അടുപ്പം ഇനിയും കേരളം ഇങ്ങനെ ഈ രണ്ട് വ്യത്യസ്ത ധ്രുവങ്ങളിലേക്ക് അല്ലെങ്കിൽ രണ്ട് മുന്നണികൾക്കും ഒപ്പം നിന്നാൽ പോരാ. നാടിന്റെ വളർച്ചയ്ക്കും ഭാവിയിലെ കേരളത്തിന്റെ പുരോഗതിക്കും കേരളത്തിലെ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് വളർത്തണമെങ്കിലും ഭാരതീയ ജനതാ പാർട്ടി വരണം. അത് ദേശീയതയോടൊപ്പം പിന്നെ കേന്ദ്ര സർക്കാരിനോടൊപ്പം പോയെങ്കിൽ മാത്രമേ അതിനുള്ള സാധ്യതയുള്ളൂ എന്ന് ഉള്ള ഒരു ബോധം ഈ പറഞ്ഞ നിയോജകമണ്ഡലത്തിലെ ജനങ്ങളിൽ വലിയ രീതിയിൽ തന്നെ അലയടിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ ഒരു മാറ്റം ഒരുപക്ഷെ കേരളത്തിൽ തന്നെ ശ്രദ്ധേയമായ രീതിയിലുള്ള BJPക്ക് അനുകൂലമായിട്ടുള്ള മാറ്റം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ UDFിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ UDFിനെ കുറിച്ച് കേരളത്തിലെ ജനങ്ങൾക്ക് പ്രതീക്ഷയില്ലാത്തത് പോലെ തന്നെ പിന്നെ കോട്ടയം ജില്ലയിലെ ജനങ്ങൾക്കും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അവർ തമ്മിലടിച്ച് ഇപ്പോൾ തന്നെ മുഖ്യമന്ത്രി പദത്തിന് വേണ്ടി രമേശ് ചെന്നിത്തലയും VD സതീശനും KC വേണുഗോപാലും തമ്മിലുള്ള ആ ഒരു തർക്കമൊക്കെ ഇന്നിപ്പോ തന്നെ ഇന്നേ ദിവസം തന്നെ രമേശ് ചെന്നിത്തലയുടെ ചങ്ങനാശ്ശേരിയിലെ പെരുന്നയിലെ വിസിറ്റിംഗ് ഒക്കെ വളരെ എന്താ പറയാ വലിയ പ്രശ്നങ്ങൾ UDFിൽ ഉരുത്തിരിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് UDFിനെ സംബന്ധിച്ചോളം എനിക്ക് തോന്നുന്ന സാധ്യതയുള്ള നിയോജകമണ്ഡലം ഒന്ന് 100% പറയാൻ പറ്റത്തെങ്കിലും കോട്ടയം തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ പോലെ ഒരാൾ ചിലപ്പോൾ ജയിച്ചേക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ ചങ്ങനാശ്ശേരി ഉൾപ്പെടുത്തിയില്ലെങ്കിലും ചങ്ങനാശ്ശേരി നിയോജകമണ്ഡലം മാറ്റത്തിന്റെ കാറ്റ് വീശുന്നുണ്ട്. അതുകൊണ്ടാണ് കോട്ടയം പിന്നെ ജില്ലയെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും നമ്മൾ എടുത്തു പറയേണ്ടത് ഇടതുപക്ഷത്തിന് വന്നിരിക്കുന്ന തകർച്ചയാണ്. അതാണ് കോട്ടയം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിശകലനം എന്ന് പറയുന്നത്. കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂർ, ഒരു വൈക്കം, അതുപോലെ തന്നെ പൂഞ്ഞാറ്, കാഞ്ഞിരപ്പള്ളി പോലെയുള്ള നിയോജകമണ്ഡലങ്ങൾ, പിന്നെ ചങ്ങനാശ്ശേരിയുള്ള നിയോജകമണ്ഡലങ്ങൾ കഴിഞ്ഞ തവണ ഈ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ വരവോടുകൂടി എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് 100% സത്യമല്ലെങ്കിലും ഇടതുപക്ഷത്തോടൊപ്പം നിന്നു. ആ ഇടതുപക്ഷത്തോടൊപ്പം നിന്ന കോട്ടയം 5 നിയോജകമണ്ഡലങ്ങളും അതിൽ വന്നിരിക്കുന്ന അപജയങ്ങൾ, ആ നിയോജകമണ്ഡലങ്ങളിൽ വന്ന ഇരുണ്ട കാഴ്ചപ്പാടുകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചോളം ജനങ്ങളിൽ ഒരു അവമതിപ്പുണ്ടായിട്ടുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ കോട്ടയംകാരെ ബാധിച്ചിരിക്കുന്ന ഞാൻ വേറൊരു കാര്യം കൂടെ ഊന്നി പറയാൻ ആഗ്രഹിക്കുകയാണ്. ശബരിമലയിലെ കൊള്ള. കോട്ടയം ജില്ല എന്ന് പറയുന്നത് ശബരിമല തീർത്ഥാടകരെ മറ്റെല്ലാ ജില്ലകളെയും പോലെ എന്താ പറയുക ഒരു തങ്ങളുടെ ഒരു സഹോദരങ്ങൾ പിന്നെ വരുന്ന ഒരു വീക്ഷണത്തിലാണ് കോട്ടയം ജില്ലയിലെ ആളുകൾ ഈ അയ്യപ്പഭക്തരെ കാണുന്നത്. കോട്ടയം ജില്ല എന്ന് പറയുന്നത് ശബരിമലയുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു നിയോജകമണ്ഡലം തന്നെയാണ്, എരുമേലി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങള്. കോട്ടയം ജില്ലയിൽ ഈ അയ്യപ്പൻ ഏറ്റവും ഏറെ ആദരിക്കപ്പെടുന്ന നമ്മുടെ അഭിമാനമായ ശബരിമലയിൽ നടന്ന കൊടും കൊള്ള, ആ കൊള്ളയ്ക്കെതിരെ പിന്നെ കേരളത്തിലെ കോട്ടയം ജില്ലയിലെ ജനങ്ങൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുന്നുണ്ട്. ആ പ്രതിഷേധം കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വളരെ വിസിബിൾ ആയിരുന്നു. നമുക്ക് ഓരോ പഞ്ചായത്ത് എടുത്തിട്ടുണ്ട്, അത് വളരെ കൃത്യമായിട്ട് പറയാൻ പറ്റും. രണ്ടാമത് ആഗോള അയ്യപ്പ സംഗമം കൊള്ളയടിക്കാനും തട്ടിപ്പിന് വേണ്ടി മാത്രം തട്ടിക്കൂട്ടിയ ആഗോള അയ്യപ്പ സംഗമത്തിന് ഈ പ്രദേശത്തെ ജനങ്ങളിൽ വലിയ രീതിയിലുള്ള ഒരു അമർഷമുണ്ട്. പിന്നെ അത് കൂടാതെ പത്മകുമാർ എന്ന് പറയുന്ന
പിന്നെ നമ്മുടെ CPM-ന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി മെമ്പർ അറസ്റ്റിലായി. അയാൾക്ക് അതിനകത്ത് പങ്കുണ്ട് എന്നുള്ളവരെ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ വിശ്വസിക്കുന്നുണ്ട്. ആ മനുഷ്യനെതിരെ ഒരു നടപടി ഈ പാർട്ടി സ്വീകരിക്കാത്തതിൽ അതിഭയങ്കരമായ അമർഷം CPM പ്രവർത്തകർക്കുണ്ട്. അതാണ് സത്യാവസ്ഥ. കാരണം ഞാൻ CPM-ൽ നിന്നും വിട്ടു പോന്നിട്ട് തന്നെ ഏതാണ്ട് 2 മാസം ആവുന്നേ ഉള്ളൂ. എനിക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ അറിയാൻ പറ്റും CPM-ന്റെ പ്രവർത്തകർ, താഴെത്തട്ടിലുള്ള പ്രവർത്തകർ CPM-ൽ നിന്നും ഭീകരമായിട്ട് കൊഴിഞ്ഞുകൊണ്ടിരിക്കുക. ആ പാർട്ടി ഇന്ന് കോട്ടയം ജില്ലയിൽ നേരിടുന്ന ഏറ്റവും ഒരു പ്രതിസന്ധി പ്രവർത്തിക്കാൻ അണികളില്ലാത്തൊരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. കൊഴിഞ്ഞുപോക്ക് ഭയങ്കരമാണ്. നമുക്ക് വളരെ അതെ, നിങ്ങൾക്കൊക്കെ മാധ്യമപ്രവർത്തകർക്കൊക്കെ നിങ്ങൾ കോട്ടയം ജില്ലയിലൂടെ ഒരു യാത്ര നടത്തിയാൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാൻ പറ്റും പ്രവർത്തിക്കാനാണില്ല. അതുകൂടാതെ തന്നെ ഇവിടുത്തെ ഇടതുപക്ഷ MLA-മാരുടെ 3 ദിവസത്തെ ജനസമ്പർക്ക പരിപാടിയിൽ ആളില്ലായിരുന്നു. വീടുകൾ തോറും കയറി ഭവന സന്ദർശനം എന്ന് പറയുന്ന അവർ നടത്തിയ ഓൾ കേരള നടത്തിയതിൽ കോട്ടയം ജില്ലയിൽ വളരെ ദയനീയമായിട്ട് പരാജയപ്പെട്ടു. ഒരു 10-12% കൂടുതൽ വീടുകളിൽ കയറാനായിട്ട് ആളില്ലായിരുന്നു. ഇതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ യാഥാർത്ഥ്യ ബോധമുള്ള കോട്ടയം ജില്ലയിലെ വിദ്യാസമ്പന്നരായ ജനങ്ങൾ, വിദേശത്തു നിന്നുള്ള മലയാളികൾ ഉള്ളവർ ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായി ചിന്തിക്കുന്ന എന്നുള്ളൊരു വ്യക്തമാണ്. തന്നെയുമല്ല, ഇന്ത്യ മുൻപ് ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഇന്ത്യക്കാരൻ എന്ന് പറഞ്ഞാൽ യാതൊരു പരിഗണനയും ലഭിക്കാതിരുന്ന പാശ്ചാത്യ നാടുകളിൽ ഇന്നൊരു ഇന്ത്യക്കാരന് കിട്ടുന്ന ആദരവും അഭിമാനവും ഞാനൊക്കെ നേരിട്ട് അനുഭവിച്ചിട്ടുള്ള പല യാത്രകളിലും അതെല്ലാം പിന്നെ BJPക്ക് അനുകൂലമായ ഒരു കാറ്റ് തന്നെ കോട്ടയം ജില്ലയിൽ വീശുന്നു എന്നതിന്റെ പ്രകടമായ വസ്തുതയാണ്.